ഹലോ അളിയ, എന്ത് വിശേഷം? സുഖാണോ? അളിയ ആകെ കഷ്ടത്തിലാണടേ. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. ജോലിയെല്ലാം പോയി. നാട്ടിലേക്ക് കയറി പോവാന്ന് വിചാരിക്കുക. നല്ല മണി ചെയിൻ ഏതെങ്കിലും ഉണ്ടോ അളിയ? പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുന്ന. ആളെ ചേർത്തും കാശുണ്ടാക്കണം, കുറച്ച് കാശ് അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ വരുമാനം കിട്ടണം. അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അയരിച്ചോ? അയരിച്ചല്ലേ ഈ ഇടയിൽ പൂട്ടി എന്നൊക്കെ പറഞ്ഞത്? പൂട്ടി, കോടതി ഇടപെട്ടു, കോടതി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് അയരിച്ചല്ലേ? അപ്പോൾ അതിലിനി എങ്ങനെ കാശിടും? അതിനെ പ്രവർത്തിക്കാൻ പറ്റുമോ? ആണോ? ആര് പറഞ്ഞു തിരിച്ചു വരുമെന്ന്? എല്ലാവരും പറയുന്നുണ്ടെന്നാ. അതെങ്ങനെ സാധിക്കും? ഓൾറെഡി കോടതി പൂട്ടിയിട്ടുള്ള ഒരു സാധനം എങ്ങനെ തിരിച്ചു വരുവാളിയ? എന്ത് വർത്താനായി പറയുന്നത്? വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറ. ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ മണി ചെയിനുകൾ? കാരണം പെട്ടെന്ന് കാശുണ്ടാക്കണം. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇവിടെ എന്തെങ്കിലും ചുമ്മാ ഒരു 3000, 4000, 5000 ദിറംസ് കിട്ടും. അത് തന്നെ ഇവിടുത്തെ ചിലവുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് അയക്കുമ്പോഴേക്ക് ഇച്ചിരി ഉണ്ടാവും. നാട്ടിൽ പലവന്മാരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നില്ലേ? അത്ര കിട്ടി, ഇന്നത്തെ ഒറ്റ ദിവസത്തെ വരുമാനം 10,000, ഒറ്റ ദിവസത്തെ വരുമാനം 1,50,000 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മണി ചെയിനിൽ പോയിട്ട് എൻട്രി ചെയ്യണം. ഉള്ള കാശും ഇവിടുന്ന് വാങ്ങി എടുത്തിട്ട് നാട്ടിൽ വന്ന് സെറ്റാവുക. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാൽ മാത്രം മതിയല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. രാവിലെ എണീക്കണ്ട, ബാത്റൂമിൽ പോകണ്ട, ബാത്റൂമിൽ ക്യൂ നിൽക്കണ്ട, ഒരു പ്രശ്നവുമില്ല. അതെ. അപ്പോൾ ഹൈറിച്ച് തിരിച്ചു വരുമെന്നാണ് അളിയൻ പറയുന്നത്. ആര് പറഞ്ഞു എന്നാ പറഞ്ഞ്? മുട്ട മുസ്തഫയാ? ഏതായി മുട്ട മുസ്തഫ? ഹൈറിച്ച് ലീഡറോ? ആ, പുള്ളി എന്താ പറഞ്ഞ്? അളിയൊന്ന് വിട്ടതാ, എനിക്ക് വാട്സപ്പിൽ വിട്ടതാ. 2 മാസം കൊണ്ട് ഹൈറിച്ച് തിരിച്ചു വരുന്നു അല്ലേ? പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയാണ്, ഒരു 2 മാസത്തിനുള്ളിൽ നമ്മുടെ കമ്പനി തിരിച്ച് നമുക്ക് തരും, ഉറപ്പാണത്. കാരണം ഈ എല്ലാ കാര്യങ്ങളും ഇവര് പോസിറ്റീവായിട്ടാണ് നമ്മളായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പൊ 1 വർഷം അങ്ങനെ ആയില്ലേ ഹൈറിച്ച് പോയിട്ട്? ആ, 1 വർഷം കഴിഞ്ഞു. കോടതിയുടെ വിധിയും ഇന്നലെ ന്യൂസിലൊക്കെ കണ്ടല്ലോ. ഹൈറിച്ചിന്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് കോള് കണ്ടു. എന്നിട്ട് അതിനിടയിൽ ഇത് തിരിച്ചു വരും എന്ന് പറഞ്ഞത് അങ്ങനെ അംഗീകരിക്കാനാവും? മുനവറും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കമ്പനി നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. എല്ലാ ലീഗൽ ഇഷ്യൂസും ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. ഞാൻ തിരിച്ചു വരുമെന്ന്. അപ്പൊ നമുക്ക് ഐലിച്ചിൽ തന്നെ ജോയിൻ ചെയ്യാം അല്ലേ? കാരണം തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു സംഭവമാണല്ലോ. ഇത്രയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കോടതിയുടെ വിധി വന്നിട്ടും ഇത് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. പിന്നെ ഒരു ഉറപ്പും പറയുന്നുണ്ട് അല്ലേ? ഇപ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതേ, ഇപ്പം ഇതിലുള്ള കുറേ ആളുകൾ കഷ്ടത്തിലാണെന്ന് പറയുന്നുണ്ട്. അതായത് ബാങ്കിലെ ലോണ് മുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇതിൽ പൈസ കിട്ടാത്തവർ. അപ്പോൾ ഈ പൈസ കിട്ടാത്തവർക്ക് ഇയാളുടെ അടുത്ത് നിന്ന് ഗ്യാരണ്ടി പേപ്പർ വാങ്ങിച്ചൂടെ? ഇപ്പോൾ ഈ ഉറപ്പ് പറയുന്ന ആളുകളുണ്ടല്ലോ, അളിയൻ പറഞ്ഞല്ലോ മുസ്തഫാൻ്റെ പേരും അതുപോലെ തന്നെ മുനവറിൻ്റെ പേരൊക്കെ. അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഒരു ഗ്യാരണ്ടി പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചൂടെ? ഉറപ്പ് പറയുന്നവരോട് അതല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഗ്യാരണ്ടി പേപ്പർ നമുക്കും കിട്ടുമോ? അല്ല, നമ്മൾ ഹൈറിച്ച് തിരിച്ച് വന്നിട്ടേ ജോയിൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തവരുടെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഓൾറെഡി പൈസ പോയി നിൽക്കുന്ന, എല്ലാ രീതിയിലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഈ മുസ്തഫാൻ്റെ അടുത്തും ഈ മുനവറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഒരു മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചൂടെ? സ്റ്റാമ്പ് പേപ്പറിൽ ഒരു 100 രൂപയുടെയോ 500 രൂപയുടെയോ സ്റ്റാമ്പ് പേപ്പറിൽ മുസ്തഫാനെ കൊണ്ട് എഴുതി വാങ്ങിച്ചൂടെ? പൂളിംഗം ഇന്ന ദിവസം കിട്ടും, കിട്ടിയില്ലെങ്കിൽ നിങ്ങളാണ് ഉത്തരവാദി, ഞങ്ങളുടെ ബാങ്കിലെ ലോണുകളെല്ലാം മുടങ്ങി കിടക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തുകൂടെ ആളിയാ? യുവന്മാർ ദിനം പ്രതി ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നുണ്ടല്ലോ, യുവന്മാർ കരയുന്നതും യുവന്മാർ കഷ്ടത്തിലായതും യുവന്മാർ ലോണ് മുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം അത് ചെയ്തുകൂടെ? അല്ല, ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഏതെങ്കിലും മണി ചെയിനിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കുറച്ച് പൈസ ഇടണം വെച്ചിട്ട് ഒത്തിരിയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ കയറിയിരിക്കുന്നുണ്ടേ.
ഒഴിവ് സമയങ്ങളിലൊക്കെ ഇവിടുത്തെ ചർച്ചകളൊക്കെ ഇങ്ങനെ വീക്ഷിക്കും. അപ്പം അതുകൊണ്ടാണ്. അപ്പം അളിയൻ്റെ അഭിപ്രായത്തിൽ ഹൈറിച്ചാണ് നല്ലത് അല്ലേ? ഓക്കെ, അപ്പം ഹൈറിച്ചിൽ തന്നെ കൊണ്ടുപോയിട്ടില്ല അല്ലേ? ഹൈറിച്ചിലിട്ടാൽ പെട്ടെന്ന് രാജാവാകും, വളരെ പെട്ടെന്ന്. കാരണം അതിൽ ഞാൻ ഒരുപാട് ആളുകളുടെ വീഡിയോസ് കണ്ടിരുന്നറിയ അവന്മാർ എന്ത് വലിയ വീടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചിലവന്മാരുടെ കയ്യിൽ ബുള്ളറ്റ്, ചിലവന്മാരുടെ കയ്യിൽ. നമ്മൾ ഇത്രയും കാലം ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ടും നമുക്ക് സ്വന്തമായിട്ട് വണ്ടി പോലും വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല. അതെ അതെ അതെ, ഈ ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ വണ്ടി കാണണം. ഒരു തിരൂരുള്ള ഒരു ലീഡർ, എന്താ അവൻ്റെ പേര്, ഷബീബ് ഷാ, ഒരു മൊട്ടകരുത്, അവൻ്റെ കയ്യിൽ 3 BMW എന്ന് പറയുന്നത്. നമ്മുടെ അർബാബിൻ്റെ കയ്യിലില്ല 3 BMW. അതുപോലെ തന്നെ ഇതിൻ്റെ തട്ടിപ്പുകാരായിട്ടുള്ള മെയിൻ പ്രതാപനും ശ്രീനയൊക്കെ ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ ലാൻഡ് ക്രൂയിസർ, ലംബോർഗിനി, അവരൊക്കെ ഇല്ലാത്ത വണ്ടിയില്ല. ആണ് നമ്മുടെ ദുബായ് ഷെയ്ഖിൻ്റെ കയ്യിൽ ഇത്രയും വണ്ടിയില്ലാതെ. അപ്പം ഇവർക്ക് എങ്ങനെ ഇതൊക്കെ മണിച്ചെന്ന് പറഞ്ഞാൽ നല്ലൊരു ബിസിനസ് അല്ലേ അല്ലേ? തീർച്ചയായിട്ടും കാശിടണം നമുക്ക്. ഓക്കെ, നമുക്കങ്ങ് സുഖിക്കണം. അളിയൻ നല്ല സപ്പോർട്ട് എനിക്ക് ചെയ്തു തരുമല്ലോ അല്ലേ? എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല അളിയ, അതുകൊണ്ടാണ്. അളിയൻ കാലങ്ങളായിട്ട് ഇതിൽ കിടന്ന് കളിക്കുന്ന ആളല്ലേ. ഓ, 2 മാസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ ഷുവർ ഞാനത് അടുത്ത മാസം തന്നെ കയറി അളിയ. ഞാൻ ഇന്ന് തന്നെ ലെറ്റർ കൊടുക്കാൻ പോവാ. റെഡി അളിയ, പക്ക റെഡി. 4-5 കോടി അങ്ങ് ഇട്ടേക്കാന്നേ. ഇവിടുന്ന് മിച്ചം വെച്ച കാശൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ തറവാടൊക്കെ വിൽക്കാം. തൽക്കാലം നമുക്ക് വാടക വീട്ടിൽ താമസിക്കാം. 2-3 മാസത്തിനുള്ളിൽ മൊത്തം കാശ് ഡബിളായിട്ട് തിരിച്ചു തരുമല്ലോ. തറവാട് നമുക്ക് തിരിച്ചു പിടിക്കാം. എല്ലാം ചെയ്യാളിയാ. മൊത്തം പറമ്പും പ്രമാണങ്ങളും ആഭരണങ്ങളും എല്ലാം നമുക്ക് വിറ്റ് ഹൈറിച്ചിൽ കൊണ്ടുപോയിട്ടിടാം. 2 മാസമല്ലേ? ഓക്കെ, 2 മാസത്തിനുള്ളിൽ തിരിച്ചു വന്ന് പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. ശരി അളിയാ. ഓക്കെ അളിയാ, താങ്ക് യു അളിയാ, ബൈ.